നമസ്കാരം. ടോക്ക് ടുഡേ വിത്ത് സുമേഷ് എന്ന എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സ്, ഇമ്പോർട്ടൻ്റ് ന്യൂസസ്, കേരളത്തിലും ഇന്ത്യയിലും ലോകമെമ്പാടും നടക്കുന്ന പ്രധാന സംഭവങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ചാനലായിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സംഭവങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇന്ത്യ ലോകത്തിലെ നാലാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്നു. ഇത് പറഞ്ഞത് IMF ആണ്. IMF അവരുടെ റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്ത വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ടിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഇന്ത്യയിൽ ഇത് ഒഫീഷ്യലി അനൗൺസ് ചെയ്തത് നമ്മുടെ നീതി ആയോഗിൻ്റെ CEO ആയ PVR സുബ്രഹ്മണ്യം സാറാണ്. നമ്മൾ നാലാമത്തെ പൊസിഷനിലേക്ക് എത്തിയത് ലോകത്തിലെ മറ്റൊരു വലിയ സാമ്പത്തിക ശക്തിയായ ജപ്പാനെ ഓവർടേക്ക് ചെയ്തുകൊണ്ടാണ്. ഇതുവരെ ജപ്പാനായിരുന്നു ലോകത്തിലെ നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായിരുന്നത്. എന്നാൽ അവരെ നമ്മളിന്ന് ഓവർടേക്ക് ചെയ്തിരിക്കുന്നു. ഇന്ന് ഇന്ത്യ എന്ന് പറയുന്നത് $4 ട്രില്യൺ GDP ഉള്ള ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ഇക്കണോമിക് ഗ്രോത്ത് പോയിക്കൊണ്ടിരിക്കുന്ന അറൗണ്ട് 6%, അതിന് കുറച്ച് മുകളിലുള്ള റേറ്റിലാണ്. എന്നാൽ നമ്മൾ ലോകത്തുള്ള മറ്റു രാജ്യങ്ങളുടെ ഇക്കോണമി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവരുടെ ആ GDP ഗ്രോത്ത് വളരെ സ്ലോ ആണ്. അതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്കറിയാം, ലോകം മുഴുവൻ യുദ്ധങ്ങളാണ്. റഷ്യ യുക്രൈൻ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇസ്രായേൽ പാലസ്റ്റൈൻ വാർ, പിന്നെ റീസെൻ്റായിട്ട് ഇന്ത്യ നമ്മൾ നടത്തിയ സിന്ദൂർ ഓപ്പറേഷൻ. അപ്പോൾ അതൊരു കാരണം. കൂടാതെ തന്നെ ട്രംപ് അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ കൺട്രീസിൻ്റെ മേലും അദ്ദേഹം ടാരിഫ് ഓർ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ബിസിനസ്സിനെയും ട്രേഡിനെയൊക്കെ അത് വളരെ നെഗറ്റീവായിട്ട് ബാധിച്ചുകൊണ്ട് പല രാജ്യങ്ങളും, കൂടുതലും ട്രംപ് ചൈനയുമായിട്ടായിരുന്നു കൂടുതലും ടാരിഫ് ഓർ ശക്തമായി നടന്നത്. അപ്പോൾ ലോകത്തിലെ പല രാജ്യങ്ങൾക്കും ഇത് അവരുടെ ഇക്കോണമിയെ നെഗറ്റീവായി ബാധിച്ചിട്ടുണ്ട്. സാമ്പത്തിക സ്ഥിതിയെ വളരെ നെഗറ്റീവായി ബാധിച്ചു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ എല്ലാം GDP ഗ്രോത്ത് വളരെ സ്ലോവിൽ മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ജപ്പാനെ ഓവർടേക്ക് ചെയ്യാനുള്ള പ്രധാന കാരണം, ഒന്ന്, ജപ്പാൻ്റെ ഇക്കണോമിക് ഗ്രോത്ത് വളരെ സ്ലോവിലാണ്. കാരണം ഈ വാറും പല പല വിഷയങ്ങളും ഉണ്ട്. പിന്നെ ടാരിഫ് വാർ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ട്രംപ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ടാരിഫ് വാർ, ഇതെല്ലാം എല്ലാ ഇക്കോണമിയെ നെഗറ്റീവായിട്ട് ബാധിച്ചതുപോലെ തന്നെ ജപ്പാനെയും ബാധിച്ചിട്ടുണ്ട്. അത് അവരുടെ ഇക്കോണമിയെ കുറച്ച് ബാഡായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്ഥാനത്ത് നമ്മുടെ ഇന്ത്യയുടെ ഇക്കോണമി വളരെ നന്നായിട്ട് പെർഫോം ചെയ്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ നാലാമത്തെ സ്ഥാനത്തേക്ക് എത്തി 4 ട്രില്യൺ ഇക്കോണമി GDP ആയി മാറിയത്. ഇനി വരും ദിവസങ്ങളിൽ വളരെ അധികം താമസമില്ലാതെ തന്നെ നമ്മൾ ജർമ്മനി ഓവർടേക്ക് ചെയ്ത് ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക ശക്തിയായി മാറും എന്നാണ് പറയപ്പെടുന്നത്. ഇതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ രാജ്യം കൊണ്ടുവന്ന ഒത്തിരി പോളിസീസ്, പ്രത്യേകിച്ച് നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആ ഇനിഷ്യേറ്റീവ്, അത് വലിയൊരു രീതിയിൽ നമ്മുടെ രാജ്യത്തെ ഇക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. കാരണം ലോകത്തിലെ പല മൾട്ടിനാഷണൽ കമ്പനീസും ഓൾറെഡി അവരുടെ ഫാക്ടറീസ് ഇന്ത്യയിൽ സെറ്റ് ചെയ്ത് ഇന്ത്യയിൽ അവരുടെ മാനുഫാക്ചറിങ് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം റീസെൻ്റായിട്ട് ഡൊണാൾഡ് ട്രംപ് ആപ്പിളിനോട് പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയിൽ മാനുഫാക്ചറിങ് ചെയ്യരുത്. ലോകത്ത് ഒരിടത്തും, വിദേശത്ത്, ലോകത്ത് എവിടെ മാനുഫാക്ചർ ചെയ്ത പ്രോഡക്റ്റ് ആയാലും അത് അമേരിക്കയിൽ അയാൾ വിൽക്കാൻ സമ്മതിക്കില്ല, അതിൻ്റെ മേൽ എക്സ്ട്രാ ടാരിഫ് അയാൾ ഏർപ്പെടുത്തും എന്നാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. കൂടാതെ അതേ കാര്യം അദ്ദേഹം ആപ്പിളിൻ്റെ CEOയോടും പറഞ്ഞു. പക്ഷേ ആപ്പിൾ പറഞ്ഞു, പറ്റില്ല, ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. അവർക്കും ഒരു കാരണമുണ്ട്. കാരണം അവർ ഇപ്പോൾ ഇന്ത്യയിലും കൂടുതലും അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഉള്ളത് ചൈനയിലാണ്, ഇന്ത്യയിലും ഉണ്ട്. അപ്പോൾ അവർ ഇവിടെ ഇന്ത്യയിലും ചൈനയിലും ഒക്കെ മാനുഫാക്ചർ ചെയ്ത് അവർ കൊണ്ടുപോകുന്ന അവരുടെ ആപ്പിളിൻ്റെ മൊബൈൽ അവിടെ US അവർ വിറ്റഴിക്കുന്നത് $1,000 ആണ്. എന്നാൽ അതേ സാധനം അമേരിക്കയിലേക്ക് കൊണ്ടുപോയി അവർ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രൈസ് അറൗണ്ട് $3,000 ആയിട്ട് മാറും. സ്വാഭാവികമായും ആ പ്രൈസിന് ആപ്പിളിൻ്റെ മൊബൈൽ വാങ്ങാൻ അധികം ആരും മുന്നോട്ട് വരും എന്ന് വരാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ അത് അവരുടെ സെയിൽസിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്ന് ആപ്പിളിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ ട്രംപിൻ്റെ ഈ ഒരു കടുംപിടുത്തത്തിന് എതിരായിട്ട് അവർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ഇന്ത്യയിൽ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് തുടങ്ങുകയും ഒക്കെ ചെയ്യുന്നത്.
അപ്പോൾ അത് ഇപ്പോൾ ഒരു എക്സാമ്പിളിട്ട് നമ്മൾ ആപ്പിൾ പറഞ്ഞു. ആപ്പിൾ മാത്രമല്ല, ലോകരാജ്യങ്ങളിലുള്ള മൾട്ടിനാഷണൽ കമ്പനീസ് എല്ലാം തന്നെ വരുന്ന നാളുകളിൽ ഇന്ത്യയിൽ വരികയും അവരുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ്സുകൾ ഇന്ത്യയിൽ തുറങ്ങുകയും, അവർ മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് ഇന്ത്യയിൽ തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ രാജ്യത്തിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടും, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടും. അതിൻ്റെ ഗുണം എന്താ? എല്ലാവരുടെ കയ്യിലും ആവശ്യത്തിന് കാശ് വരും. പിന്നെ വിദേശ രാജ്യങ്ങളിലുള്ള വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് ഇന്ത്യയിൽ വന്ന് അവരുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് തുടങ്ങുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ എക്സ്പോർട്ടും അതുപോലെ തന്നെ കൂടും. അപ്പോൾ അതിലൂടെ നമുക്കുള്ള ഫോറിൻ മണിയുടെ, ഫോറിൻ കറൻസിയുടെ നമ്മുടെ രാജ്യത്തേക്കുള്ള വരവ് കൂടും. അതും നമ്മുടെ GDP, ഇപ്പോൾ നമ്മൾ 6%-ലാണ് പോകുന്നതെങ്കിലും കുറച്ചുകൂടി നന്നായിട്ട് നമ്മുടെ GDP വരും ദിവസങ്ങളിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ മോർഗൻ സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ബാങ്ക്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കാണ്, അവർ ന്യൂയോർക്ക് ആസ്ഥാനമായിട്ടുള്ള, അവർ പറയുന്നത് വരുന്ന 2 വർഷത്തിനുള്ളിൽ 2028 ആകുമ്പോൾ ഇന്ത്യ എന്തായാലും ജർമ്മനിയെ ഓവർടേക്ക് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. 27-28. പക്ഷേ ഇന്ത്യയുടെ ഇക്കോണമിക് ഗ്രോത്ത് നമുക്ക് ഇതുപോലെ അല്ലെങ്കിൽ ഇതിലും കുറച്ചുകൂടി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഉറപ്പാണ് അത്രയും നാളെ നമുക്ക് വേണ്ടി വരില്ല. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ജർമ്മനിയെ പിന്നിലാക്കി നമ്മൾ ആ സ്ഥാനം പിടിച്ചെടുക്കുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. അപ്പോൾ വരുന്ന ആളുകൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഭകരമായ നാളുകളാണ്. വേറൊരു കാര്യം പറഞ്ഞാൽ, ലോകത്ത് ഏത് രാജ്യം വാർ ചെയ്തിട്ടുണ്ടെങ്കിലും അത് അവരുടെ ഇക്കോണമിയെ വളരെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇക്കോണമി താഴേക്ക് പോകുന്നതിന് അത് ഒത്തിരി കാരണമായിട്ടുണ്ട്. അത് റഷ്യ-യുക്രൈൻ വാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇസ്രായേൽ-പാലസ്റ്റൈൻ വാർ ആയിക്കോട്ടെ, അത് വളരെ ഇക്കണോമിക്കലി ആ രാജ്യത്ത് ഏതൊരു രാജ്യം വാറിൽ ഏർപ്പെട്ടാൽ അത് അവരുടെ ഇക്കോണമിയെ വീക്കൻ ചെയ്യും. എന്നാൽ അതേ സ്ഥാനത്ത് നമ്മുടെ ഇന്ത്യ റീസെൻ്റ് ആയിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ, നമ്മൾ ആ വാർ നമ്മുടെ കൺട്രി ചെയ്തത്. പാകിസ്ഥാനുമായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വാർ നടന്നത് അത് വളരെ എന്താ പറയുക, നമ്മുടെ പെഹൽഗാമിലെ ടെററിസ്റ്റ് ആക്രമണത്തിന് എഗെയിൻസ്റ്റായിട്ട് നമ്മൾ പാകിസ്ഥാനിലുള്ള അവരുടെ ടെററിസ്റ്റ് ലോഞ്ച് പാഡുകളെ നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്തത്. അതിന് പിന്നാലെ പാകിസ്ഥാൻ്റെ എസ്കലേഷൻ കാരണമാണ് നമ്മൾ ആ വാറിലേക്ക് പോയത്. എന്നാൽ അത് ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ നമ്മൾ അത് എന്ത് ചെയ്തു? വെടിനിർത്തൽ പ്രഖ്യാപിച്ചു, അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വാർ വരുമ്പോൾ എല്ലാ കൺട്രിയുടെ ഇക്കോണമി താഴേക്ക് പോകും. എന്നാൽ ഇവിടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മളൊരു വലിയ വാർ ചെയ്യുന്ന സമയമായിട്ട് കൂടി, അല്ലെങ്കിൽ വാർ ചെയ്ത് കഴിഞ്ഞ ഒരു സമയമാണ്. വളരെ അതിന് ഇപ്പം നമ്മൾ പാകിസ്ഥാനുമായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് വളരെ നാളായിട്ടില്ല. ആ ഒരു സിറ്റുവേഷനിലും നമ്മുടെ ഇക്കോണമി 6% ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ 4th ലാർജസ്റ്റ് ഇക്കോണമിയായി മാറി. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു അച്ചീവ്മെൻ്റാണ്, മൈൽ സ്റ്റോണാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ ഇക്കോണമി, ഇനി നമ്മുടെ ഈ വളർച്ചയെന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ നമ്മുടെ പ്രധാനപ്പെട്ട മേഖലകളിൽ, അത് ഇൻഡസ്ട്രീസ് ആയിക്കോട്ടെ, മാനുഫാക്ചറിങ് ആയിക്കോട്ടെ, ഈവൻ ഡിഫെൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെൽഫെയർ പ്രോഗ്രാംസ് ആയിക്കോട്ടെ, ഇതിലെല്ലാം നമ്മുടെ ഗവൺമെൻറ്റിന് കൂടുതൽ ഫണ്ട് അവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, ചിലവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് വരുന്ന ആളിൽ നമ്മുടെ യങ്സ്റ്റേഴ്സിന് ഒരു എന്താ പറയുക, വലിയൊരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു രാജ്യമായി തന്നെ ഇന്ത്യ മാറുന്നു എന്നുള്ളതിന് തെളിവാണ് നമ്മൾ ഇപ്പോൾ 4th ലാർജസ്റ്റ് ഇക്കോണമിയായി മാറിയത്. ഇനിയും ഇതുപോലെ തന്നെ ഇന്ത്യ വരും ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞ പോലെ 2 അല്ലെങ്കിൽ 3 വർഷത്തിനുള്ളിൽ ജർമ്മനിയും നമ്മൾ ഓവർടേക്ക് ചെയ്ത് ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.